ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു തക്കാളി കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടി ഒരു സവാളയും വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളി ഒരു 3 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് അതിന് ശേഷം എണ്ണ ഞാൻ ഒഴിച്ചത് കേട്ടോ. എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് പിന്നെ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അങ്ങനെ വേണമെങ്കിലും ഇട്ട് വഴറ്റാം. ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിടുന്നു. അതിന് ശേഷം 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയേക്കാളും കുറച്ചും കൂടിയാണ് മുളക് പൊടി ഇടുന്നത്. എന്നിട്ട് ഇറച്ചി മസാലയും കൂടി കുറച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്കും കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എണ്ണയിലിട്ട് ഈ പൊടിയുടെ സ്മെല്ലെല്ലാം പച്ചമണമെല്ലാം മാറുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 3 ചെറിയ തക്കാളിയാണ് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ ജാറ് കഴുകിയ വെള്ളമാണ് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കറി നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. ഉണ്ടോ, വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം. എന്നിട്ട് ഉപ്പെല്ലാം നോക്കി, എന്നിട്ട് ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നല്ലപോലെ കറി നല്ല പറ്റി വരണം കണ്ടോ. നമ്മുടെ ആ ഒരു പരുവത്തിനനുസരിച്ച്, ഇപ്പോൾ ചാറ് പോലെ വേണ്ടുന്നെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേ എനിക്ക് നല്ല പറ്റിയിരിക്കുന്നത് ഇഷ്ടമാണ് തക്കാളിക്കറി. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.